ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ചാപ്റ്ററാണ് AC ഫണ്ടമെൻ്റൽസ് അല്ലെങ്കിൽ AC ആൾട്ടർനേറ്റിംഗ് കറണ്ട് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അതിനെക്കുറിച്ചാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സോ ഫാർ വി ഹാവ് കൺസിഡർഡ് ഡയറക്റ്റ് കറണ്ട് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വോൾട്ടേജ് സോഴ്സ് ഹൂസ് ടെർമിനൽസ് ഹാവ് ഫിക്സഡ് പൊളാരിറ്റി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് ഡയറക്റ്റ് കറണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഡയറക്റ്റ് കറണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഡയറക്റ്റ് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വോൾട്ടേജ് സോഴ്സ് ഹൂസ് ടെർമിനൽസ് ഹാവ് ഫിക്സഡ് പൊളാരിറ്റി. നമ്മുടെ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്, ഡയറക്റ്റ് കറണ്ടിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വോൾട്ടേജ് സോഴ്സാണ്. സോഴ്സിൻ്റെ പ്രത്യേകത അതിൻ്റെ ടെർമിനൽസിന് ഫിക്സഡ് പൊളാരിറ്റിയാണ്. അതായത് അതിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ദാറ്റ് ഈസ് ഹൂസ് പോൾസ് ഡു നോട്ട് ചേഞ്ച് ദെയർ പൊളാരിറ്റി വിത്ത് ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ടെർമിനൽസിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വോൾട്ടേജ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC. ഹെൻസ് ദേ പ്രൊവൈഡ് എ കറണ്ട് ഹൂസ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫിക്സഡ് പൊളാരിറ്റി ഉള്ള വോൾട്ടേജ് സോഴ്സിൽ നിന്നും വരുന്ന കറണ്ട് ആയതുകൊണ്ട് തന്നെ എന്താണ്? അതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് അതിൻ്റെ കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ഹൗവർ ദിസ് കറണ്ട് മേ ബി സ്റ്റഡി ഓർ പൾസേറ്റിംഗ് ഓർ ഫ്ലക്ച്വേറ്റിംഗ്. പക്ഷേ ഈ ഡയറക്റ്റ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ ഡയറക്റ്റ് കറണ്ട് ഒന്നുകിൽ സ്റ്റഡി കറണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് കറണ്ടായിരിക്കാം. അതായത് അതിൻ്റെ സ്റ്റഡി കറണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കറണ്ടും ആകാം ഏത്? ഡയറക്റ്റ് കറണ്ട് സോഴ്സിൽ നിന്നും വരുന്ന കറണ്ടെന്ന് പറയുന്നത് ഒന്നുകിൽ ഫിക്സഡ് വാല്യൂ അല്ലെങ്കിൽ സ്റ്റഡി കറണ്ടായിരിക്കും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. എങ്കിലും അത് ഡയറക്റ്റ് കറണ്ടാണ്, കാരണം അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ പൾസേറ്റിംഗ് കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്ററപ്റ്റഡ് ഇൻറ്റു ഷോർട്ട് പൾസസ്. അതായത് നമ്മുടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഇത് കാണിച്ചു തരാം. ഇതാണ് 3 ഡയറക്റ്റ് കറണ്ടിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? സ്റ്റഡി കറണ്ടാണ്. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ വോൾട്ടേജ് സോഴ്സ് നമ്മുടെ ബാറ്ററിയിൽ നിന്നൊക്കെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ അതെന്താണ്? സ്റ്റഡി കറണ്ടാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കറണ്ടാണ് സ്റ്റഡി കറണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഡയറക്റ്റ് കറണ്ടിന് എക്സാമ്പിളാണ് ഇത്. എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട്. അതായത് അതിൻ്റെ കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ടൈം കഴിയുന്നതനുസരിച്ച്, ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ചെറിയൊരു ഫ്ലക്ച്വേഷൻ വരും. മാഗ്നിറ്റ്യൂഡ് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ആദ്യം ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്തൊരു മാക്സിമം വാല്യൂ എത്തും. പിന്നെ അത് കുറഞ്ഞൊരു മിനിമം വാല്യൂ എത്തും. പിന്നെയും കൂടി അങ്ങനെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫ്ലക്ച്വേറ്റിംഗ് അല്ലെങ്കിൽ പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കറണ്ടായിരിക്കും ചില ഡയറക്റ്റ് കറണ്ട് സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ദേ മേ ബി ഇൻ്ററപ്റ്റഡ് ഇൻറ്റു ഷോർട്ട് പൾസസ്. അതായത് നമുക്ക് പൾസേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നതും എന്താണ്? ഒരു ഡയറക്റ്റ് കറണ്ടിന് എക്സാമ്പിളാണ്. ഇവിടെ എന്താണ് കറണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിനൊരു ഫിക്സഡ് വാല്യൂ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അത് ഓഫായിപ്പോവും, അവിടെ കറണ്ട് ഒന്നും തന്നെ കാണത്തില്ല. അതായത് നമ്മുടെ ഈ ഫിഗറിൽ ഇവിടെ ഇത്രയും ഭാഗത്ത് അതിൽ ആ ഒരു ചെറിയൊരു റെക്റ്റാങ്കിളിൽ കറണ്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത്രയും ഭാഗം കറണ്ട് ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും കറണ്ട്. അപ്പോൾ നമുക്ക് ഒരു പൾസ് പോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഷോർട്ട് പൾസസ് ആയിട്ടായിരിക്കും നമുക്ക് അങ്ങനെയുള്ള കറണ്ട് സോഴ്സിൽ നിന്നും അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സിൽ നിന്നും ലഭിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 3 എക്സാമ്പിളിലെയും പ്രത്യേകത എന്താണ്? കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നുകിൽ സ്റ്റഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പൾസ് ആയിരിക്കാം. പക്ഷേ എന്താണ്, ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ റിമൈൻസ് ദ സെയിം. അതാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ, ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ബാറ്ററിയുടെ അല്ലെങ്കിൽ നമ്മുടെ ആ വോൾട്ടേജ് സോഴ്സിൻ്റെ ടെർമിനലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും എല്ലായ്പ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതാണ്, അങ്ങനെയുള്ള കറണ്ടാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്ന് നോക്കാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വോൾട്ടേജ് സോഴ്സ് ഹൂസ് ടെർമിനൽ പൊളാരിറ്റി കീപ്സ് ഓൾട്ടർനേറ്റിംഗ് വിത്ത് ടൈം. അങ്ങനെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വോൾട്ടേജ് സോഴ്സിൽ നിന്നാണ്. ആ വോൾട്ടേജ് സോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഹൂസ് ടെർമിനൽ പൊളാരിറ്റി കീപ്സ് ഓൾട്ടർനേറ്റിംഗ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് അതിൻ്റെ ടെർമിനലിൻ്റെ പൊളാരിറ്റി എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ടെർമിനൽ, നമ്മുടെ ലെഫ്റ്റ് ടെർമിനൽ പോസിറ്റീവും റൈറ്റ് ടെർമിനൽ നെഗറ്റീവുമാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണ് കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലാവും, നെഗറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ ഈ പൾസ് എന്താണ്? അതിൻ്റെ ടെർമിനലിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലാവുകയും നെഗറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ടെർമിനലാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ലെഫ്റ്റിൽ പോസിറ്റീവും റൈറ്റിൽ നെഗറ്റീവും ആണെങ്കിൽ കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റിൽ നെഗറ്റീവും റൈറ്റിൽ പോസിറ്റീവും, ലെഫ്റ്റ് ടെർമിനലിൽ നെഗറ്റീവ് പൊളാരിറ്റിയും റൈറ്റ് ടെർമിനലിൽ പോസിറ്റീവ് പൊളാരിറ്റി ആകുമ്പോൾ കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും. അങ്ങനെ ടൈമിനനുസരിച്ച്, ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും ആയിട്ട് ഓൾട്ടർനേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള വോൾട്ടേജ് സോഴ്സിൽ നിന്ന് വരുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷൻ ഓഫ് ഫ്ലോയും എന്ത് ചെയ്യാം? വേരി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാം. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് കോൺസ്റ്റൻ്റ്ലി റിവേഴ്സിങ് പൊളാരിറ്റി ഓഫ് വോൾട്ടേജ് സോഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഇൻ ദ സർക്യൂട്ട് ഓൾസോ കീപ്സ് റിവേഴ്സിങ്. അപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെർമിനലിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സിൻ്റെ ടെർമിനൽ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനും അതേപോലെ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ആയിരിക്കും. ഇൻ അഡീഷൻ ടു റിവേഴ്സിങ് ഇറ്റ്സ് ഡയറക്ഷൻ കറണ്ട് കീപ്സ് ചേഞ്ചിങ് ഇറ്റ്സ് വാല്യൂ വിത്ത് ടൈം. അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ വാല്യൂവും ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് സോഴ്സ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വോൾട്ടേജ് സോഴ്സിൽ നിന്നും വരുന്ന കറണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ 0 ആയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ടൈം റിവേഴ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിന്നെയും കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്ത് എന്ത് ചെയ്യും? 0 ആയി. കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? 0-ൽ നിന്ന് പിന്നെയും നെഗറ്റീവ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇൻക്രീസ് ചെയ്ത് നെഗറ്റീവ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം വാല്യൂ എത്തി, പിന്നെ അത് കുറഞ്ഞ് 0 എത്തി. ഇങ്ങനെ എന്താണ്? ഈ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും അതോടൊപ്പം തന്നെ ഡയറക്ഷനും എന്ത് ചെയ്യുന്നു? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള കറണ്ടിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വോൾട്ടേജ് സോഴ്സിൽ നിന്ന് വരുന്ന കറണ്ടാണ് എന്തെന്ന് പറയുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ പറയാം. നമുക്കറിയാം, എന്താണ്,
നമ്മൾ വിചാരിക്കും നമുക്കെപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നത് ഡയറക്റ്റ് കറണ്ടാണല്ലേ. നമ്മൾ ബാറ്ററി ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങളും ഒക്കെ വർക്ക് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ക്ലോക്ക്, അതൊക്കെ നമുക്ക് ഡയറക്റ്റ് കറണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്തതും ഫിക്സഡ് വാല്യൂ ഉള്ളതും അല്ലെങ്കിൽ ഫിക്സഡ് മാഗ്നിറ്റ്യൂഡ് ഉള്ളതുമായിട്ടുള്ള കറണ്ടാണ് നമുക്ക് എപ്പോഴും ആവശ്യം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമുക്ക് സപ്ലൈയിൽ കിട്ടുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, നമുക്കറിയാം ഇലക്ട്രിസിറ്റി നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ നമ്മൾ പല ഉപകരണങ്ങളും TV, അതുപോലെ ഫ്രിഡ്ജ്, AC, നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് കറണ്ടാണ്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും അതിനെ നമ്മൾ എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റിയിട്ടാണ് ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു TV ആയാലും റേഡിയോ ആയാലും ഫ്രിഡ്ജ് ആയാലും ഒക്കെ വർക്ക് ചെയ്യിക്കുന്നത് ഏതിൻ്റെ ഉപയോഗത്തോടെയാണ്? നമ്മുടെ ഇതിനെ AC-യെ DC ആയിട്ട് കൺവേർട്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും AC ഇലക്ട്രിസിറ്റി ഈസ് നോട്ട് ബെറ്റർ ദാൻ DC, അല്ലെങ്കിൽ DC ഇലക്ട്രിസിറ്റി ഈസ് ബെറ്റർ ദാൻ AC എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, അല്ലെങ്കിൽ അതുപോലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനും അതിൻ്റേതായ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ DC ആണ് ബെറ്റർ എന്നിരിക്കലും ACക്കും അതിൻ്റേതായ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ACക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ DCക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ AC-യെ നമുക്ക് DC ഉപയോഗിച്ചും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല, അതേപോലെ DCയെ നമുക്ക് AC ഉപയോഗിച്ചും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. രണ്ടിനും അതിൻ്റേതായ ഉപയോഗങ്ങളുണ്ട്. എങ്കിലും കൂടുതലും നമുക്ക് ആവശ്യം ഡയറക്റ്റ് കറണ്ട് തന്നെയാണ്. അപ്പോൾ ദ മോസ്റ്റ് കോമൺ സോഴ്സ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് ആൾട്ടർനേറ്റർ ഓർ AC ജനറേറ്റർ. നിങ്ങൾ AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് ഒക്കെ കൊച്ചു ക്ലാസ്സിൽ പ്ലസ് 2ലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഈ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് AC ജനറേറ്ററാണ്. അതിൻ്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയാണ് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ പറയാനുള്ളത്. അപ്പം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് സോഴ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആ വോൾട്ടേജിൻ്റെ സോഴ്സിൻ്റെ പ്രത്യേകത അതിൻ്റെ ടെർമിനൽ പൊളാരിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു. ഒരു സമയത്ത് പോസിറ്റീവ് ടെർമിനലായിരുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ നെഗറ്റീവ് ആകും, അങ്ങനെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സോഴ്സിൽ നിന്ന് വരുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോയും എല്ലായ്പ്പോഴും ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സോഴ്സിനെയാണ് നമ്മൾ അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് വരുന്ന കറണ്ടിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അതിന് നമുക്ക് പല ഉപയോഗങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോംസ് നോക്കാം.